ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ത്രിത്വൈക ദൈവം എന്നുള്ളത് ദൈവത്തിൻ്റെ സത്തയുടെ ഒരു വലിയ രഹസ്യമാണ്. ദൈവം ദൈവമായിരിക്കുന്നത് സൃഷ്ടികർമ്മത്തിലൂടെയാണ്. ആ സൃഷ്ടികർമ്മത്തെ വീണ്ടെടുക്കുമ്പോൾ ദൈവം കർത്താവായിട്ട് മാറുന്നു. വീണ്ടെടുക്കപ്പെട്ട സൃഷ്ടികളെ അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ നവീകരിക്കുകയാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ 3 പ്രവൃത്തികളിലൂടെ ഏകദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. ത്രിത്വത്തിൻ്റെ തിരുനാൾ ദൈവത്തിൻ്റെ തിരുനാൾ തന്നെയാണ്. നമ്മൾക്ക് എപ്രകാരമാണ് ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ സാധിക്കുക? ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവത്തിന് നമ്മൾക്ക് ഈ ഒരു ആഘോഷത്തിൽ എന്ത് സമ്മാനം നൽകാനാകും? ദൈവത്തിന് വേണ്ടി നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സമ്മാനം അത് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. ദൈവസ്നേഹത്തിലൂടെയും ദൈവത്തോടുള്ള കൃതജ്ഞതയിലൂടെയും ഉരുവാക്കപ്പെട്ട സ്വാതന്ത്ര്യം. ഇപ്രകാരം നമ്മുടെ ഹൃദയത്തെ തന്നെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിക്കുമ്പോൾ, കൃതജ്ഞതാ നിർഭരമായി ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ, അതാണ് ദൈവത്തിന് കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. യേശുനാഥൻ ദൈവിക രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഉപമയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു പാപി മാനസാന്തരപ്പെട്ട് വരുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന്, അവിടെ അവർ വലിയ വിരുന്നൊരുക്കുമെന്ന്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ഇപ്രകാരം ദൈവത്തിന് സന്തോഷമുണ്ടാകുന്നത് നമ്മൾ ദൈവത്തിങ്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയുമ്പോഴാണ്. ദൈവിക സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ അടുപ്പിച്ച് വയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിന് കൂടുതൽ സന്തോഷം കൊടുക്കുവാനായിട്ട് സാധിക്കുക. ദൈവത്തിൻ്റെ തിരുനാൾ ദിനമായ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ജീവിതങ്ങളെ അനുതാപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും മഹത്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കട്ടെ. മാനസാന്തരത്തിലൂടെ ഹൃദയങ്ങൾ നവീകരിക്കുമ്പോൾ നമ്മൾ ദൈവിക ജീവനിൽ പങ്കാരാവുകയാണ്. ഇപ്രകാരം സ്വാർത്ഥതയും വിദ്വേഷവും മറ്റു എല്ലാ നെഗറ്റീവ് ചിന്തകളും വെടിഞ്ഞ് ദൈവസ്നേഹത്തിൽ അടിയുറച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുനാളിൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നത് ദൈവം ആരാകുന്നു എന്നുള്ളതാണ്. ദൈവം സൃഷ്ടാവാകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇന്നത്തെ 1ാമത്തെ വായനയിൽ മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നുണ്ട്: അഗ്നിയുടെ മുകളിൽ നിൽക്കുന്ന ദൈവത്തെ പോലെ ഒരു ദൈവം നമുക്കല്ലാതെ വേറെ ആർക്കുണ്ട് എന്ന്. 1ാമത്തെ വായനയിൽ ഈജിപ്തിൽ വെച്ച് ദൈവം പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളെക്കുറിച്ച് മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുകയാണ്. ഇപ്രകാരം ജനത്തിൻ്റെ കൂടെ നിൽക്കുന്ന, ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, നമ്മോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവത്തെ പോലെ വേറൊരു ദൈവമുണ്ടോ എന്ന് മോശ ചോദിക്കുകയാണ്. ഇപ്രകാരം എല്ലാ സൃഷ്ടിജാലങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമ്പോൾ ദൈവത്തിൻ്റെ അന്തസ്സത്തയെക്കുറിച്ച് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിവ് ലഭിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നത് അത് യേശുവിലാണ്. യേശുവാണ് ദൈവത്തിൻ്റെ മുഖം. മനുഷ്യൻ്റെ രൂപം ധരിക്കുകയും നമ്മിൽ ഒരുവനായി തീരുകയും ചെയ്ത ദൈവപുത്രനിലൂടെ ദൈവത്തെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവപുത്രനിലൂടെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്തയായി നമ്മൾക്ക് കാണാൻ സാധിക്കുക സ്നേഹം തന്നെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ലോകരക്ഷയ്ക്കായി വിട്ടുകൊടുക്കുന്ന യേശുവിൻ്റെ ചിത്രം അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ കുരിശിന് താഴെ നിന്നിരുന്ന അനേകം വ്യക്തികൾ അതൊരു വലിയ പരാജയമായി മാത്രം കണ്ടുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ അത് ഈ ലോകത്തിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ വിജയമായിട്ട് സഭ പ്രഘോഷിക്കുകയാണ്. ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെ നമ്മൾ തള്ളിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോവുകയാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു ചിത്രം എളിമയുടെ ചിത്രമാണ്. ബെത്ലഹേമിൽ
പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിൻ്റെ ചിത്രം അത് ഈ ജനതയ്ക്ക് വലിയൊരു അടയാളമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ അടയാളമായിട്ട് നിൽക്കുന്ന ഉണ്ണിയേശു അത് എളിമയുടെ പ്രതീകമാണ്. ഇപ്രകാരം സ്നേഹത്തിലൂടെയും എളിമയിലൂടെയും നമ്മളെ തന്നെ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ പിറന്നാളിൽ ദൈവത്തിന് കൊടുക്കാൻ വലിയൊരു സമ്മാനമായി ദൈവത്തിന് മുമ്പിലേക്ക് വരാൻ സാധിക്കും. യേശുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുന്നത് വഴി നമ്മളും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ അടയാളമായി തീരണം എന്ന് തന്നെയാണ് ഇവിടെ പറയുക. യേശുവിൻ്റെ കൈകൾ ക്രൂശിക്കപ്പെടുന്നത് നമ്മുടെ കൈകൾ സ്വതന്ത്രമാകുവാനും മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. യേശുവിൻ്റെ കാലുകൾ ക്രൂശിതമാകുന്നത് നമ്മുടെ കാലുകൾ സ്വതന്ത്രമാകുവാനും നന്മയുടെ പാതയിലൂടെ നടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടിയാണ്. യേശുവിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെടുന്നത് നമ്മൾ സ്വതന്ത്രരാകുന്നതിനും നമ്മുടെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒന്നായി തീരുന്നതിന് വേണ്ടിയാണ്. ഇപ്രകാരം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ പാകപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം വലിയൊരു സമ്മാനമായി ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുക. ഇപ്രകാരം ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ആഴത്തിലുള്ള ദൈവിക ബോധ്യവും ആഴത്തിലുള്ള ദൈവിക ബന്ധവും നമുക്ക് ആവശ്യമാണ്. ദൈവം അനന്തതയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല, മറിച്ച് നമ്മോട് കൂടെ ആയിരിക്കുന്ന ഒന്നാണ്. ഇതാണ് ത്രിയേക ദൈവത്തിൻ്റെ പ്രത്യേകത. എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. ഒറ്റപ്പെട്ട് ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. യേശുനാഥൻ പിശാചബാധനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ അലറുന്ന വ്യക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അലറുക എന്ന് പറയുമ്പോൾ മറ്റുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോവുക, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോവുക എന്നൊരു അർത്ഥമാണ്. ആ പിശാചബാധനെ സുഖപ്പെടുത്തുമ്പോൾ യേശു ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അത്ഭുതം അയാൾക്ക് സുബോധത്തോടെ ഇരിക്കുവാനുള്ള ശക്തി കൊടുക്കലാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് സുബോധത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുക. മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിന് വലിയൊരു സമ്മാനമായി നമ്മളെ തന്നെ കൊടുക്കുവാൻ സാധിക്കുക. മാർട്ടിൻ ബെബർ എന്ന ഫിലോസഫർ പ്രകാരം പറയുന്നുണ്ട് 3 തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച്: ഐ ഇറ്റ് റിലേഷൻഷിപ്പ്, ഐ യു റിലേഷൻഷിപ്പ് ആൻഡ് ഐ thou റിലേഷൻഷിപ്പ്. ഐ ഇറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റുള്ള വ്യക്തികളെ വസ്തുക്കളായിട്ട് കാണുമ്പോൾ, ഐ യു റിലേഷൻഷിപ്പിൽ നമ്മൾ മറ്റു വ്യക്തികളെ മനുഷ്യരായി കാണുന്നുണ്ട്. എന്നാൽ ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ ഐ thou റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ ആഴത്തിലുള്ള ഒരു ബന്ധമാണ് കാണുക. യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് ആഗതനാകുമ്പോൾ മനുഷ്യരുമായി സ്ഥാപിച്ചെടുക്കുന്ന ഇപ്രകാരമുള്ള ആഴത്തിലുള്ളൊരു ബന്ധം അത് നമ്മുടെ ജീവിതത്തിലും കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്രകാരം പിതാവായ ദൈവത്തിങ്കിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ത്രിത്വൈക ദൈവത്തെ നമുക്ക് ചിന്തിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു കുടുംബത്തിലെ അപ്പൻ, അമ്മ, മക്കൾ. ഇപ്രകാരമുള്ള ഒരു ത്രിത്വൈക ബന്ധത്തിലേക്ക്, ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു കുടുംബമായിട്ട് മാറുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ചിലർ സംശയിച്ചു എന്ന് പറയുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സംശയം കടന്നു വരും. സംശയം നിവാരണം ചെയ്ത് ആഴത്തിലുള്ള ദൈവവിശ്വാസത്തിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ത്രിത്വൈക ദൈവത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയെന്ന്. ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ വാഹകരാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. ആമേൻ.